വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. സ്നേഹിതരെ, എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. ഇന്ന് തിരുസഭ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന 4 വിശ്വാസ സത്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പരിശുദ്ധ മറിയം ദൈവമാതാവാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. മൂന്നാമത്തേത് പരിശുദ്ധ മറിയം അമലോത്ഭയാണ്. നാലാമത്തേത് പരിശുദ്ധ മറിയം സ്വർഗാരോപിത എന്നുള്ളതാണ്. പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് ജനുവരി 1 പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാളായി പ്രഖ്യാപിച്ചത്. ദൈവപുത്രന് ജന്മമേകിയ നമ്മുടെ ദൈവമാതാവാണ് ഈശോ കഴിഞ്ഞാൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന അടുത്ത വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി മക്കൾ കടന്നു വരുന്നിടത്തൊക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഈ നിമിഷം നമുക്ക് അമ്മയെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കാം. അതോടൊപ്പം അമ്മയുടെ സാന്നിധ്യമുള്ള വീടുകൾ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മ വന്ന ആദ്യത്തെ വീട് നസ്രത്തിലെ ആ കൊച്ചു വീടാണ്. അവിടെ വന്ന അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം എന്തു വിളമ്പുന്നുവോ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കന്യക ഗർഭം ധരിച്ചാൽ അവളെ പിതൃഭവനത്തിൻ്റെ പടിവാതിലിൽ കൊണ്ടുപോയി നിർത്തി ആ ദേശത്തുള്ള യുവാക്കൾ ചേർന്ന് അവളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് അന്നത്തെ രീതി. ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ സന്ദേശം, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. അതൊരു സന്തോഷവാർത്ത ആയിരുന്നില്ല. എന്നിട്ടും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവം നൽകിയ ആ സന്ദേശം പരാതി കൂടാതെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. ഇവിടെ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം നമുക്ക് നൽകുന്നത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ വന്ന അടുത്ത വീട് അത് സക്കറിയ എലിസബത്ത് ദമ്പതിമാരുടെ ഭവനമാണ്. മറിയം തൻ്റെ ഇളയമയായ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവരെ സഹായിക്കാനായി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് എത്തിച്ചേരുകയാണ്. ഈ ഭവനത്തിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള 2 വ്യക്തികൾ, സക്കറിയ, എലിസബത്ത്, ദൈവത്തിൻ്റെ സന്ദേശത്തെ അവിശ്വസിച്ചപ്പോൾ ഉണ്ടായ ഒരു ബന്ധനം മൂലം സക്കറിയയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഭർത്താവിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയതിൽ മനം നൊന്തിരിക്കുന്ന, പ്രായാധിക്യത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതയ്ക്ക് പുറമെ ഗർഭത്തിൻ്റെ ആലസ്യം പേറുന്ന ഒരു വ്യക്തി, അതാണ് എലിസബത്ത്. അവരുടെ വീട്ടിലേക്ക് അമ്മ വന്നു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം അവരിൽ ഉണ്ടാകുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബന്ധനാവസ്ഥയിൽ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് സന്തോഷമേകട്ടെ. അമ്മ വന്ന 3-ാമത്തെ വീട് കാനായിലെ കല്യാണ വീടാണ്. കണക്കുകൂട്ടലുകൾ തകർന്നു പോയ ഒരു വീട് എന്നതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹത്തിന് വീഞ്ഞു തീർന്നു പോയാൽ ആ ദമ്പതിമാരുടെ ജീവിതവും തകർന്നു പോകും എന്ന അന്ധവിശ്വാസം നിലനിന്നിരുന്ന ഒരിടത്താണ് അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകുന്നത്. അമ്മയുടെ മാധ്യസ്ഥ പ്രകാരം മകൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം വലുതാണ്. 4-ാമത്തേത് യോഹന്നാൻ്റെ വീടാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. ആ നിമിഷം തന്നെ യോഹന്നാൻ അമ്മയെ തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. ആ കുടുംബത്തെ അമ്മയുടെ സാന്നിധ്യം ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്നു. അടുത്തതായി അമ്മ വന്ന വീട് സെഹിയോൻ മാളികയാണ്. പെന്തക്കോസ്താ ദിനത്തിൽ അമ്മയോടൊപ്പം ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മർക്കോസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാവുകയാണ്. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവും. അതിനായി നമുക്ക് അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം. അമ്മ വന്നാൽ നമ്മുടെ കുടുംബത്തിൽ ആനന്ദമുണ്ടാകും. അതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ജീവിതം നയിക്കുകയും ഞങ്ങളുടെ കർത്താവിൻ്റെ അമ്മയാകുകയും ചെയ്ത പരിശുദ്ധ കന്യകേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ, എന്നെയും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുവാൻ
ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ അമ്മ പ്രവർത്തിക്കണമേ. ആമേൻ.